ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൺലൈൻ മാത്തമാറ്റിക്സ് കഫേ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡെസിമൽസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു PYQ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 327 into 327 equal to 1,06,929 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 0.327 the whole square എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ നിങ്ങൾ നോക്കേണ്ടത് ഇതിന്റെ വാല്യൂസിന് വ്യത്യാസമില്ല, പോയിന്റ് ആണ് മാറുന്നത്. അപ്പൊ ഇതിൽ 4 ഓപ്ഷൻസിൽ ഏതോ ഒന്നാണ് നമ്മുടെ ഉത്തരവായിട്ട് വരിക. അപ്പൊ അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം നോക്കിക്കേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0.327 വർഗമാണ് കാണേണ്ടത്. വർഗം എന്ന് വെച്ചാൽ സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പൊ നിങ്ങൾ ഇതിൽ ഡെസിമൽ പ്ലേസ് കൗണ്ട് ചെയ്യുക. ഡെസിമൽ പ്ലേസ് എന്ന് വെച്ചാൽ ഡെസിമൽ പോയിന്റിന് റൈറ്റ് സൈഡിലുള്ള എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുക. എത്ര ഡിജിറ്റ്സ് ഉണ്ട് ഇവിടെ? 1 2 3 അല്ലെ, 3 ഡിജിറ്റ്സ് ആണ് ഡെസിമൽ പ്ലേസിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരത്തിൽ എത്ര ഡെസിമൽ പ്ലേസ് വരും എന്നറിയാമോ? 6 ഡെസിമൽ പ്ലേസ് വരും. എത്രയാണ്? 6 എന്ന് വെച്ചാൽ എത്രയാണ്? 3 ആണെങ്കിൽ അതിന്റെ ഡബിൾ 6. ഇപ്പൊ 2 ഡെസിമൽ പ്ലേസിന്റെ ഒരു നമ്പർ തന്നിട്ട് അതിന്റെ സ്ക്വയർ ആണെങ്കിൽ ഉത്തരത്തിൽ എത്ര ഡെസിമൽ പ്ലേസ് വരും? 4. കാരണം 2ന്റെ ഡബിൾ 4 ആണ്. ഇപ്പോൾ 5 എണ്ണം ആണ് ഉള്ളതെങ്കിലോ 5 ഡെസിമൽ പ്ലേസ് ഉള്ള ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ് നമ്മളോട് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉത്തരത്തിൽ എത്ര ഡെസിമൽ പ്ലേസ് വരും? 10 ആണ്. കാരണം 5ന്റെ ഡബിൾ എന്താ? 10 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. വേറെ ഇവിടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതൊന്നുമില്ല. അപ്പൊ നമുക്കറിയാം എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടായിരിക്കും? 6. ഇനി നോക്കിക്കോ, ഓപ്ഷനിൽ 6 ഡെസിമൽ പ്ലേസ് ഉള്ളത് ഏതാണെന്ന് നോക്കിയാൽ അതായിരിക്കും നമ്മുടെ ഉത്തരം. ഇവിടെ ഓപ്ഷൻ എയിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 1 2 3 4 5 6. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ബാക്കിയുള്ളത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബി പാർട്ടിലാണെങ്കിൽ 1 2 3 4 4 സി പാർട്ടിലാണെങ്കിൽ 1 2 3 4 5 5 വരുന്നത്. അടുത്ത ഡി പാർട്ടിലാണെങ്കിൽ 2. ഓക്കെ, അപ്പൊ എല്ലാം നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായല്ലോ? ഡബിൾ വേണം എടുക്കാനായിട്ട്. വർഗം കാണാൻ പറഞ്ഞു, അല്ലെങ്കിൽ സ്ക്വയർ കാണാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്